നിങ്ങളുടെ കുട്ടികളുടെ പല്ലിൽ ഇതേപോലെയുടെ കേടുകളുണ്ടോ? ഞാൻ ഡോക്ടർ സഫ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് ഈ കേടുകളെ പറ്റിയാണ്. ഇതാണ് നഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്ന് പറയും. നമ്മളുടെ കൊച്ചുമക്കളിൽ കാണപ്പെടുന്ന ഒരുതരം കേടാണ്. അവരുടെ പാൽപ്പല്ല് വന്നതിന് ശേഷം കാണപ്പെടുന്ന കേടുകളാണ് ഇവ. ഇവ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് നമ്മളുടെ മുകളിലത്തെ മുൻനിരയിലെ പല്ലുകളിലായിരിക്കും ഉണ്ടാവുന്നത്. താഴത്തെ നിരയിലെ പല്ലുകളൊക്കെ നോർമൽ തന്നെയും ആയിരിക്കും. ആ മുകളിൽ കാണുന്ന 4 പല്ലുകളിലായിരിക്കും ഇവ മെയിനായിട്ടും ഉണ്ടാവുന്നത്. ഈ കേട് വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ കുട്ടികൾ രാത്രി സമയങ്ങളിൽ ബ്രസ്റ്റ് ഫീഡോ ബോട്ടിൽ ഫീഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റനിങ് ആയിട്ടുള്ള ഏജൻറ്റ് കുടിച്ചുറങ്ങുന്ന കുട്ടികളാണെങ്കിൽ അവർക്കുണ്ടാകുന്ന കേടാണ് ഇത്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവർ ആ കുടിക്കുന്ന ലിക്വിഡ്, അത് പാലാവാം സ്വീറ്റനിങ് ഏജൻ്റ് ആവും, എന്തായാലും അതവർ ഫുള്ളായിട്ട് ഇറക്കത്തില്ല. അവരുടെ ആ സ്ലീപ്പിൽ ആ പാല് അവരുടെ കവിളിൽ കിടക്കും. മുകളിലത്തെ 4 പല്ലുകൾ ഈ ലിക്വിഡിനകത്തിൽ പൂൾ ചെയ്ത് കിടക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കേടുണ്ടാവുന്നത്. ഇനി നമുക്ക് ഈ കേടിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കാം അല്ലേ? ഇപ്പൊ കൊച്ചുമക്കളാകുമ്പോൾ അവർ ഉറപ്പായിട്ടും നൈറ്റിൽ ഫീഡ് ചെയ്തിട്ടായിരിക്കും ഉറങ്ങുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ബോട്ടിൽ ഫീഡ് ആണെങ്കിലും ആ ബോട്ടിൽ ഫീഡ് ഒഴിവാക്കാൻ നിങ്ങൾ കൂടുതൽ ശ്രമിക്കുക. പിന്നെ ബോട്ടിൽ ഫീഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടർ കൊടുക്കാം. പിന്നെ മക്കൾ ആ കിടക്കുന്ന പൊസിഷനിൽ നിന്ന് അവരെ ഒന്ന് വേറൊരു പൊസിഷനിലേക്ക് ചരിച്ച് കിടത്താം. അപ്പോൾ ആ പൂളിങ് പോവും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അവരുടെ മോണയും ടീത്തും ഒക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ഇങ്ങനെയുള്ള സിംറ്റംസ് എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയണ്ടേ? ആദ്യം പല്ലുകളിൽ ഒരു യെല്ലോയിഷ് കളറായിട്ട് വരും. പിന്നെ അത് കുറച്ചുകൂടെ ഡാർക്കർ സ്റ്റെയിൻ ആവും. അപ്പം നമ്മൾ വിചാരിക്കുന്നത് സ്റ്റെയിൻ ആണ് ബ്രഷിങ്ങിൽ പോകുന്നത്, പക്ഷെ അത് പോകത്തില്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാണുമ്പോൾ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യണം. നമുക്ക് അടച്ചു കൊടുക്കാൻ പറ്റും. ഇനി സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടും ഇത് മൈൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകളിലേക്ക് പോകും. മക്കളെ കുറേ നേരം നമ്മൾ ബുദ്ധിമുട്ടിച്ചിരുത്തി ചെയ്യേണ്ട പ്രൊസീജിയറിലേക്ക് പോകും. നമ്മുടെ കുഞ്ഞു പല്ലുകൾ എപ്പോഴും ഷൈൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേരൻസ് കെയർ ചെയ്യുക. പിന്നെ മെയിനായിട്ടും മക്കൾക്ക് നൈറ്റ് ടൈമിൽ ഒരു സ്വീറ്റനിങ് ഏജൻറ്റും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ശീലമൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക.